So, hi. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാം, ഇങ്ങനെ വർത്തമാനമൊക്കെ പറയും. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഇടയ്ക്ക് കിട്ടാറില്ല, സമയം കിട്ടാറില്ല. പിന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജും ഉണ്ടാവാറില്ല. ഇപ്പോൾ എല്ലാം ഒത്തു വന്നതുകൊണ്ടും ഒരു ഇവൻ്റ് അല്ല, വീഡിയോ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നടന്നാലല്ലോ വീഡിയോ എടുക്കാൻ പറ്റും. വെറുതെ വീഡിയോ കുത്തിരിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഒരു കാര്യം വരുന്നത് കൊണ്ടും ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം, ഐ വിൽ സപ്പോർട്ട് എന്നൊക്കെ. സോ ഐ എക്സ്പെക്ട് ദാറ്റ് ഫ്രം യു ഗൈസ് ഹു ആർ വാച്ചിങ് ദിസ്. പിന്നെ അധികം പറഞ്ഞ് ചളിയാ. So I'm just drinking മച്ചിയെ പോയാ. ഹായ്, ഒരു മിനിറ്റ്, എന്നാരും വിളിക്കുന്നു. 1 minute. എൻ്റെ കൂടെ വരാൻ പോകുന്ന ചേച്ചിയാണ് വിളിച്ചത്. എന്താണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. സോ ഞാൻ ഇവിടെ ഉള്ളൊരു അമ്പലത്തിൽ പോവാണ്. ആദ്യം നമുക്ക് ഐശ്വര്യമായ ഒരു അമ്പലം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ അടുത്തല്ല, ഇച്ചിരി അങ്ങാണ്ട് പോകണം. പക്ഷേ എനിക്ക് വലിയ പിടുത്തമില്ല. ആ ചേച്ചിയാണ് വണ്ടി ഓടിക്കുന്നത്. സോ ഐ ജസ്റ്റ് സിറ്റ് ഇൻ ദ ബാക്ക്, അതേ ഉള്ളൂ. പക്ഷെ ആ ചേച്ചി മലയാളിയല്ല കേട്ടോ. സോ അതെന്തിനാ പറഞ്ഞത് എനിക്കറിയില്ല. ഓക്കെ, പിന്നെ എന്തുട്ടാ, പിന്നെ ഇവിടെ മഴയാണ്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഇന്നലെ വരെ നല്ലൊരു ഐ മീൻ അങ്ങനെ നല്ലൊരു അല്ല, കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. ബട്ട് ഇന്നിപ്പോൾ ഒരു മഴ ദിവസമാണ്. ആക്ച്വലി ഐ ലൈക്ക് മഴ. ഇതൊക്കെ എന്തിനാ പറയണം. അപ്പോൾ ഞാൻ ഇനി എൻ്റെ മേക്കപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ ബൈ. കണ്ടില്ല, ഒരു മഴ ദിവസമാണിത്. ഇത് നല്ല തണുത്ത കാലാവസ്ഥയാണ്, പക്ഷെ കുഴപ്പമില്ല. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം പകുതി വെച്ച് മറന്നുപോയി. സോ let me show you my skincare guys. ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷെ ഞാൻ ടച്ച് ചെയ്യും. അത് ഞാൻ ഇത് കാണിക്കാം. അങ്ങനെ കാണിക്കണമല്ലേ. ഇത് ഹൈലൂറോണിക് ആസിഡാണ്. എൻ്റെ സ്കിൻ ഭയങ്കര ഒരു വൃത്തികെട്ട ഡ്രൈ പിടിച്ച സ്കിന്നാണത്. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്തു. ഇത് വലിയ ബ്രാൻഡഡ് സാധനമൊന്നുമല്ല, പ്രൈമർക്ക് നേടുന്ന ചീപ്പ് സാധനമാണത്. പിന്നെ ഇത് ഇച്ചിരി ബ്രാൻഡഡാണ്. ഇതെനിക്ക് ഇത്ര അതിൻ്റെ പട്ടിഷോ ഞാൻ കാണിക്കും. ഇത് മറ്റേ ബ്യൂട്ടി ഓഫ് ജോസൻ അങ്ങനത്തെ ഒരു സാധനമില്ലേ, അതിൻ്റെ ഐ ക്രീമാണ്. നല്ല പൈസ കൊടുത്ത് മേടിച്ചതാണ്, എനിക്ക് ആർത്തി മൂത്ത്. പക്ഷേ ഇത് കുഴപ്പമില്ല, കാരണം ഇത് വളരെ ഇത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ട കാര്യമുള്ളൂ. സോ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിൻ്റെ സൺസ്ക്രീൻ ഏകദേശം ഇത്ര സൈസേ ഉള്ളൂ, സെയിം വില. ഇത്രയുള്ള സൺസ്ക്രീൻ എങ്ങനെ ഞാൻ 2 ദിവസത്തേക്കാണ് എനിക്കറിയില്ല. അവരുടെ ആ ഉള്ളിക്കട അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പടിയാ, പക്ഷെ ഇതെനിക്ക് മേടിക്കണം നല്ല ആർത്തി. ഞാനിങ്ങനെ ടിക്ടോക്കിലൊക്കെ കുറേ കണ്ട് ഞാനിങ്ങനെ ഭയങ്കര ഇതിൽ മേടിച്ചതാണ്. നെക്സ്റ്റ് വൺ, അതും എൻ്റെ ചീപ്പ് സാധനം. നമ്മൾ ചീപ്പ് സാധനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലാതെ ബ്രാൻഡഡ് സാധനം ഞാൻ അങ്ങനെ ഉപയോഗിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നാൽ മതി. എനിക്കിങ്ങനെ പൈസ അങ്ങനത്തെ സാധനം മേടിച്ച് ഷോറക്കണം എന്നൊക്കെ ഉണ്ട്, പൈസ ഉണ്ടെങ്കിൽ. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ ഇത് ബൂട്ട്സിൻ്റെ ഒരു നോർമൽ മോയ്സ്ചറൈസറാണ്. നമ്മളിത് കുറച്ച് അബ്സോർബ് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് എന്ത് കാര്യം അല്ലേ. സോ
സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട്. സോ നമുക്കിനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നമുക്ക് ഐ ഷാഡോയിൽ നിന്ന് തുടങ്ങാം. ബിക്കോസ് വൈ നോട്ട്? എനിക്കങ്ങനെ ഓർഡറൊന്നുമില്ല, ഞാനിങ്ങനെ തോന്നുന്ന പോലെയൊക്കെയാണ് ഇടുന്നത്. നമുക്ക് ഈ സംഭവം, ഈ കളർ യൂസ് ചെയ്യാം. പക്ഷെ ഇത് തന്നെ ഇട്ടിട്ടൊരു രസമില്ല, നമുക്ക് ഇതുകൊണ്ട് മിക്സ് ചെയ്യാം. ഇത്തിരി കൂടി പോയോ? നെക്സ്റ്റ് ബ്ലഷ്. മൊത്തം ചുമന്നിരുന്നത്. ഇനി ഐലൈനർ എനിക്ക് ഇതിനകത്തൊക്കെ എഴുതി കഴിഞ്ഞാൽ ഭദ്രകാളി പോലെ ഇരിക്കും. സോ ഞാൻ കണ്ണടി പോയി എഴുതിയിട്ട് വരാം. ഓക്കെ, സോ കണ്ണടി എഴുതി. ഇനി മസ്കാര. നെക്സ്റ്റ് വൺ ഇനി ലിപ്സ്റ്റിക്കും കൂടി. പൊട്ടില്ലാതെ എന്ത് ഇന്ത്യൻ ലുക്കല്ലേ. അതെൻ്റെ കൈ വറക്കണം, ഞാൻ ഇതിൽ പോയി ചെയ്യാം. ഓക്കെ, പൊട്ട് തൊട്ട പൗർണമി ആയിരിക്കുന്നു ഞാൻ. നമുക്ക് ലിപ്പ് ലൈനർ. ഓക്കെ, നമ്മൾ ലിപ്പ് ലൈനർ കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്. ഇത് കുലിക്കാത്തോണ്ടാണ്, അതെന്ത് വൃത്തി. Okay, so the look is almost done except for my hair. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇടാം. ജസ്റ്റ് സെൻറ്റർ പാർട്ടിഷൻ ഇങ്ങനെ ഇടുന്നു. ഓക്കെ, ശരി, നമുക്ക് കമ്മലിടാം. ഈ കമ്മൽ ഓർ ഈ കമ്മൽ വെയിറ്റ്. കമ്മലിന് മാല. എൻ്റെ മാല ആക്ച്വലി കാണാനില്ല. സോ വെയിറ്റ്, മാല കിട്ടി. എൻ്റെ ലാഗ് ഒരൊറ്റൊരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് മാലയേ ഉള്ളൂ. ഓക്കെ, so I'm ready for my temple visit. Yeah. ഇനി ഞാൻ അച്ഛച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാം. എൻ്റെ ഫോണിൽ സ്ഥലം ഉണ്ടാവുകയും മതിയായിരുന്നു. ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കാരണം കുറേ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത് തന്നെ. സോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ Okay, don't be shy. No, okay. she won't be shy. I am shy a little. Literally shy. I am a little shy because I don't know. I've never done like with my voice before. I used to do with other audios. You Like really have a great voice. Don't worry about it. thank you. Yeah. She has so many hidden talents. So ഞങ്ങൾ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Do you want to be in the vlog? Do you mind? No. Okay, then I'll show Divya Chechi. Say hi. Hi. Divya Chechi is driving. Yeah. Okay, 20 minutes നമ്മളവിടെ എത്തുന്നതായിരിക്കും. ഇവർക്കാർക്കും മലയാളം അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മാത്രം സംസാരിക്കുന്നു. Open the door. Please push the door. What? Take that. So when we hear tick tick, we should enter. Okay.
അർച്ചനയോ ആരതിയോ അങ്ങനത്തെ എന്തോ സംഭവത്തിൻ്റെയാണ്. എനിക്ക് വലിയ പിടുത്തമില്ല, ഇവരെടുത്തതാണോ? Clicking the photo bar. This is video. Do you want to be in the vlog? Yeah. Hello. Hello. Oh my god. So ഞങ്ങളിപ്പോൾ മറ്റേ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു. സോ അപ്പൊ അവിടുത്തെ പുള്ളി എന്നോട് ചോദിച്ചു എന്റെ ബാഗിൽ ലിപ്സ്റ്റിക് ഉണ്ടോന്ന്. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ഈ പുള്ളി ഇതെങ്ങനെ അറിഞ്ഞു. പക്ഷെ എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ സോറി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. സോ ഡോണ്ട് ടേക്ക് ലിപ്സ്റ്റിക്. ഓക്കെ, so we are doing this, but Nikhil Charan said don't do it. So we did this. So we're doing this, okay? Yeah. What are we? Are we going for a pageant like Miss India? We are like front office hotels ka Oh. office girls. Namaskar. Namaskar, welcome aboard. Green. So hello guys. നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ദിവ്യ ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ദിവ്യ ചേച്ചിയാണ് വണ്ടിയൊക്കെ ഓടിച്ച് നമ്മളെവിടെ വരെ എത്തിച്ചത്. സോ താങ്ക് യു ദിവ്യ ചേച്ചി. പിന്നെ ഇതാണ് എൻ്റെ ലുക്ക്. അവരോട് വെയിറ്റ് ചെയ്യണം. സോ പോവാം. ఓకే బై. గట్టిగా వేస్తున్నావు డోర్. ఇంటి దగ్గర కూడా అదే చూసాను. మెల్లిగా 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 చెయ్యు. మెల్లిగా చెయ్యు. నాట్ చెయ్యు. What is చెయ్యు means? That gives like a different meaning. Don't say that. Oh, okay. No మెల్లిగా చెయ్యు. Okay, no, just మెల్లిగా. Look at the beautiful view from this bridge. See, she have hair chain, flower on her hair. Cute. Look behind. Say hi to my viewers. Hi. Hi. Do you want to say hi? Hi. Okay, Nikhil Charan is now driving. Shift. Yeah, and we're just chilling in the back. యాక్చువల్గా పొద్దున షిఫ్ట్ లేదు ఈరోజు, కానీ ఫోన్ చేసి పిలిచారు. నాకు బ్లడ్ బాయిల్ అవుతుంది. ഇതാണ് എൻ്റെ ക്യാമ്പസ്, Swansea University Bay campus. Yeah, you guys all studied here, right? Yeah. But No, I'm she's from from Singleton. Singleton. I'm Oh. from Swansea University, but I'm from Singleton. Oh, Not from mine Bay. is Bay. आपको हिंदी आता? मेरे को हिंदी आता, समझ नहीं आती, sorry. ए आपको आती, आप बात किया। but मेरा हिंदी बहुत बहुत बुरा हिंदी है. Malayalam Hindi है. Yeah, Hindi with Malayalam accent. That is my Hindi. बोरा हिंदी है। बुरा हिंदी है. मेरे को हिंदी नहीं आता, पर मेरा 12th क्लास में मेरे को 200 out of 200 got for Hindi. God. I don't know the Hindi. I don't know the Hindi for God. Bye guys. Bye. So നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അമ്മച്ചി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാരി ഉടുത്ത് നടക്കുന്നത് ഒരു പ്രത്യേക ഒരു ഇതാണ്. ഞാൻ സാരി ഉടുത്ത് ആക്ച്വലി പുറത്ത് ഇതുവരെ പോയിട്ടില്ല. ഞാൻ ആകെ സാരി 2 വട്ടം കണ്ടാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ടൈം ഓണത്തിന് 2023 ഓണമായിരുന്നു. അത് ഞാൻ എവിടെയും പോയില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് സാരി എടുത്തു, ഫോട്ടോ എടുത്തു, അതിക്കടെ ഒരു 2 മണിക്കൂർ നടന്നു, സാരി വിരിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഇന്നാള് കഴിഞ്ഞ വീക്ക് സാരി കൊടുത്തു. കഴിഞ്ഞ മന്ത്. അന്നേരം ഞാൻ വെറുതെ ഉടുത്തു, ഫോട്ടോ എടുത്തു, ടിക്ടോക്ക് എടുത്തു, ഉരി. ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം സാരി ഉടുത്ത് പുറത്തു പോകുന്നത്. സോ രസമൊക്കെ ഉണ്ട്, പക്ഷെ ഇതിങ്ങനെ ഒരു ബുമ്മിരിക്കും. നമ്മൾ ഈ എന്താ പറയുക, ഒരു ഇതാണ്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇതെന്തോ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് കണ്ടോ. ഇതുപോലത്തെ ഒരു സാധനം വേറൊരു പുള്ളിക്കാരത്തിൽ തിന്നണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ അത് സെയിം സാധനം ആണോ എന്ന് എനിക്കറിയത്തില്ല, തിന്നാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. തിന്നാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തിന്നില്ല, എനിക്ക് പേടിയാ. സോ യാ, അപ്പോൾ ഇതാണ് എൻ്റെ ഹോൾ ലുക്ക്. പൂവ് എൻ്റെ മുടിയിൽ മറ്റേ ക്ലിപ്പൊന്നും ഇല്ലതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ വെക്കണ പോലെ ഞാൻ ചെവിയിൽ വെച്ചു. കാരണം
എവിടെയെങ്കിലും വെക്കണമല്ലോ. ശരി. പിന്നെ അത് പറഞ്ഞപ്പോഴാ ഞാൻ അവിടെ എന്താ അവിടെ ഒരു സ്വാമി സെറ്റപ്പ് നമ്മുടെ അവിടുത്തെ അമ്പലത്തിലൊക്കെ പോലെ ഒരു തിരുമേനി അങ്ങനെ ഒരു സ്വാമി പോലത്തെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയാണിങ്ങനെ അർച്ചനയൊക്കെ ചെയ്തിട്ടിങ്ങനെ അനുഗ്രഹം തരുന്നു. നമ്മുടെ ടൈപ്പ് ഓഫ് അല്ല അത്. എനിക്ക് തോന്നുന്നു പുള്ളി തമിഴാന്ന് തോന്നുന്നു. കാരണം പുള്ളി എന്നോട് തമിഴിലാണ് സംസാരിച്ചത്. അയ്യോ കയ്യിൽ കുടുങ്ങി പുല്ല്. തമിഴിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഈ ബാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് പോലെ എന്തോ സംഭവം ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ചെന്നപ്പോൾ ആ പുള്ളി പറഞ്ഞു എൻ്റെ ബാഗിൽ ചീപ്പുണ്ടോ എന്ന് നോക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ബാഗിൽ ചീപ്പൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അന്നാ ലിപ്സ്റ്റിക് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ഗ്ലോസ് ഒക്കെ ഞാൻ എടുത്തോണ്ട് പോയി. എന്തിനാ പോകേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇട്ടും കൂടി ഇല്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയിട്ട് പോയാൽ അപ്പോൾ പുള്ളി ഇങ്ങനെ അതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സോറി ഇനി കൊണ്ടുവരില്ല എന്നൊക്കെ പറയേണ്ടി വന്നു. പക്ഷെ പുള്ളി ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്നുമല്ല പറഞ്ഞു. പുള്ളി ഇങ്ങനെ അതെനിക്ക് അറിയാൻ പറ്റും, എന്നോട് ദൈവം പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു എന്ന്. അത് പുള്ളി എൻ്റെ ബാഗ് ആക്ച്വലി തുറന്നാ കിടന്നേ. ഞാൻ അങ്ങനെ കണ്ടിട്ട് പറഞ്ഞതാണോ അതോ പുള്ളിക്ക് ആക്ച്വലി തോന്നിയതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുന്നു. ഇനി മുറിപ്പോയി ഇതൊക്കെ നൂരണം. എന്നിട്ട് ഞാനെടുത്ത വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഒന്ന് കാണണം ഒബ്വിയസ്ലി. പിന്നെന്താ അത്രയ്ക്കേ ഉള്ളൂ. ഇതെങ്ങനെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് ഒരു പിടുത്തമില്ല. ആൻഡ് നന്നായിട്ടുണ്ടാവണമെന്നില്ല, ബിക്കോസ് ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ. ഫസ്റ്റ് ടൈംസ് എല്ലാം ഒബ്വിയസ്ലി ഇച്ചിരി അലമ്പായിരിക്കും. But yeah, so this was my video.